ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ലിസി. ഞാൻ വയനാട് ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 നവംബർ 16 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അന്ന് തൊട്ട് ഇന്ന് വരെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ ആദ്യമായി വെച്ച ഉടമ്പടിയിൽ എൻ്റെ 6ാമത്തെ നിയോഗമാണ് എനിക്ക് ആദ്യം സാധിച്ചു കിട്ടിയത്. എൻ്റെ ചേച്ചിക്ക് ഒരു വീടില്ലായിരുന്നു. അവർ ആദ്യമുണ്ടായിരുന്ന സ്ഥലവും വീടും അവർ വിറ്റു. അവരുടെ ബന്ധുതയിൽ തമ്മിൽ ഉള്ള ഒരാൾക്ക് വേണ്ടി ആ പൈസ കൊടുക്കുകയും ആ പുള്ളി മരണപ്പെട്ടു പോയത് മൂലം അവർക്ക് ആ പൈസ നഷ്ടമായി. അവർക്ക് പിന്നെ അത് കിട്ടിയില്ല. പിന്നെ അവർ കൊടുത്ത കുറച്ച് സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീട് വിൽക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2019 നവംബറിൽ ഇവിടെ വന്ന് എൻ്റെ 6ാമത്തെ നിയോഗമായി അത് വെച്ചു. ആ നിയോഗം എനിക്ക് 1 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വീടായിട്ട് അവർക്ക് ലഭിച്ചു. ആ കൊറോണ കാലത്ത് തന്നെ അവർക്ക് ആ വീടിൻ്റെ പണി പൂർത്തിയായി. ഒരു സംഘടനക്കാർ മുഖേന അവർക്ക് ആ വീട് ലഭിച്ചു. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അടുത്തതായിട്ട് എൻ്റെ മകൾ +2 എക്സാം എഴുതാൻ പോകുമ്പോൾ അവൾക്ക് നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അവൾക്ക് പോയപ്പോൾ ഉടമ്പടി തൈലം അവളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് കാശുരൂപം കൊടുത്ത് ഞാൻ വിട്ടു. അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് 86% മാർക്ക് വാങ്ങി പരിശുദ്ധ അമ്മ അവളെ അനുഗ്രഹിച്ചു. അവൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കിയത് 2022 ആഗസ്റ്റ് മാസത്തിൽ. അപ്പോൾ എനിക്ക് 23 വർഷമായിട്ടുള്ള ആസ്മ അലർജി രോഗം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു മരുന്ന് പോലെ ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് കഴിച്ചു. അതുപോലെ എനിക്ക് മൂക്കടപ്പായിരുന്നു. വല്ലാത്ത മൂക്കിന് എപ്പോഴും ജലദോഷം പിടിച്ച പോലത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ അത് ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ 23 വർഷമുള്ള എൻ്റെ ആസ്മ അലർജി രോഗം പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് സൗഖ്യം തന്നു. ഇപ്പോൾ 8 മാസമായിട്ട് എനിക്ക് ഇൻഹേലർ ഒന്നും ഉപയോഗിക്കേണ്ട ഒരു കുഴപ്പവുമില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ച എനിക്ക് ചെറുതായിട്ട് അതിൻ്റെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ വൈകിയത് കൊണ്ടാണെന്ന്. ഞാൻ പരിശുദ്ധ അമ്മയോട് മാപ്പ് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അടുത്തതായിട്ട് ഞങ്ങൾക്ക് 22 വർഷമായിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം 2023 മെയ് മാസത്തിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനൊരു നിയോഗമായി വെച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 8ാമത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് ഒരു കുഴൽക്കിണർ അടിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. അതിനു മുൻപ് ഞാൻ ആ സ്ഥലത്ത് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വെള്ളം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹ ഫലമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 2023 സെപ്റ്റംബർ മാസത്തിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുവാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് PGക്കുള്ള അഡ്മിഷൻ തൊട്ടടുത്ത കോളേജിൽ ലഭിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോട്. ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗമല്ല, പരിശുദ്ധ അമ്മയോട് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോൾക്ക് ദൂരെയുള്ള കോളേജിലായിരുന്നു ആദ്യം അഡ്മിഷൻ ലഭിച്ചതെങ്കിലും അവൾക്ക് അവിടെ നിന്നിട്ട് ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അവൾ ഡിഗ്രി പഠിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിച്ചു. പരിശുദ്ധ അമ്മ വഴി ഈശോൻ്റെ ജീവിതത്തിൽ ഒത്തിരി അധികം അനുഗ്രഹങ്ങൾ നൽകിയതിന് 1000 നന്ദി. അതുപോലെ ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ വീടുകൾ തോറും കയറിയിറങ്ങിയാണ് കൃപാസന പത്രം കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് രോഗികളെ കാണുകയും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ അവർക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മ വഴി ഈശോ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞവരെ,